കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ പ്രതിപക്ഷ സംസ്ഥാനങ്ങളിലെ പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കന്മാർക്കെതിരെ രാജ്യത്താകമാനം കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ആ അന്വേഷണം നടക്കട്ടെ എന്ന്. അന്വേഷണത്തിനൊന്നും ആരും ഭയപ്പെടുന്നില്ല. കാരണം അങ്ങനെ നടക്കുന്ന അന്വേഷണം എവിടെ എത്തി നിൽക്കും എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇന്ത്യയുടെ വർത്തമാനകാല ചരിത്രം നോക്കിക്കൊണ്ടിരിക്കുന്നവരാണ്. ഒരു പ്രത്യേക ഘട്ടത്തിൽ നിന്ന് പോകുമോ? അതുകൊണ്ടാണല്ലോ ഇടയ്ക്കിടയ്ക്ക് ബാംഗ്ലൂരിലും എറണാകുളത്തും ഒക്കെയുള്ള ഹൈക്കോടതിയിലേക്ക് 25 ലക്ഷം കൊടുത്തുകൊണ്ട് സീനിയർ അഡ്വക്കേറ്റുമാരൊക്കെ വെച്ചുകൊണ്ട് ഓടുന്നത്. അന്വേഷണത്തെ ഭയമില്ലെങ്കിൽ ഇവർക്ക് അത്തരത്തിലുള്ള അന്വേഷണം എന്താ? ഞങ്ങളുടെ ഇപ്പൊ ഡീറ്റെയിൽ ചോദിച്ചു KSIDCയോട്, ഈ എക്സാലോജിക്കിനെ വീട് KSIDCയോട് ഡീറ്റെയിൽ ചോദിച്ചിട്ട് ഒരു രേഖ പോലും കൊടുക്കാനില്ലാതെ ഇതുവരെ ഉത്തരം നൽകാത്ത ഗവൺമെന്റിന്റെ പ്രതിനിധിയായിട്ടും അതിനെ പിന്തുണയ്ക്കുമാണ് ഈ മായി ബാധ്യതയില്ല എന്ന് പറയുകയും ഈ നിയമത്തിനെ അനുസരിക്കുകയും ചെയ്യാത്ത സർക്കാരുകളെ. എക്സാലോജിക്കിന് വീട് KSIDCയും KMML അടക്കം ഇത്തരത്തിലുള്ള നയങ്ങളാണ് കാണിക്കുന്നത്. കേന്ദ്ര ഏജൻസി അന്വേഷിച്ചാൽ കൃത്യമായി മറുപടി കൊടുക്കില്ല. അതിന് നേരം കോടതി. അതിപ്പോ തോമസ് ഐസക്കും അങ്ങനെയല്ലേ? ഒരു കോടതിയിൽ നിരന്തരമായി പോയിക്കൊണ്ട് തനിക്ക് അന്വേഷണത്തിനെ പോവാൻ സാധിക്കില്ല എന്നുള്ള നയമാണ് CPM-ഉം അവിടുത്തെ മുൻ മന്ത്രിമാരും അതുപോലെ തന്നെ സർക്കാർ ഭരണകൂടത്തിൽ. ഞാൻ സൂചിപ്പിച്ചു വരുന്നത് ഈ സംസ്ഥാനത്തെ മുഴുവൻ ഏജൻസി ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളും അഴിമതിയുടെ ഭാഗമായിരിക്കുന്നു. CMR-ൽ നിന്നും മേടിച്ചിരിക്കുന്നു. അത് ഈ 1.75 കോടി മാത്രമല്ല, ഞാൻ മനസ്സിലാക്കുന്നത് ഈ 135 കോടിയിലും വലിയ അഴിമതി ഈ സംസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുള്ള പല മന്ത്രിമാരും മേടിച്ചിട്ടുണ്ട്. അത് CMR-ൽ നിന്ന് മാത്രമല്ല, മറ്റു പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള സകലയിടത്തുനിന്നും വലിയ രീതിയിലുള്ള അന്വേഷണങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ Debate with Smriti Parithikad.